Hi friends, welcome to Diya's World. White color satin ribbon വെച്ച് ചെയ്തൊരു ഹെയർ ബാൻഡ് ആണിത്. ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹെയർ ബാൻഡിൻ്റെ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാനായിട്ട് 3 ഇഞ്ച് നീളത്തിലുള്ള പീസായിട്ട് സാറ്റിൻ റിബൺ കട്ട് ചെയ്തെടുക്കുക. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ 8 പെറ്റൽസ് ആണ് വേണ്ടത്. ഓരോ പീസ് റിബണിൻ്റെയും കട്ട് ചെയ്ത ഭാഗം ചെറുതായിട്ടൊന്ന് ബേൺ ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത ഭാഗം വിട്ടു വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പെറ്റൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റിബണിൻ്റെ ചീത്ത വശം മുകളിൽ വരത്തക്ക രീതിയിൽ പിടിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കുക. ആ ഒരു എൽ ഷേപ്പ് വരുന്ന താഴത്തെ ഭാഗം രണ്ടും ഒരേ നീളത്തിലായിരിക്കണം. ഇനി ചെയ്യേണ്ടത് ആ ഒരു മടക്കിയ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒന്നും കൂടെ രണ്ടായി മടക്കുക. എല്ലാ സൈഡും ഒരേപോലെ വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പുറകുവശത്ത് നമ്മൾ ആ മടക്കിയ ഭാഗം വിട്ടുവരാതിരിക്കാനായിട്ട് ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പെറ്റൽസിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതേപോലെ താഴത്തെ ഭാഗവും ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. 8 പെറ്റൽസ് നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി ഇതെങ്ങനെയാണ് ഫ്ലവർ ആക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പെറ്റൽ എടുക്കുക, അതിൽ ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. പകുതി വരെ തുന്നി നിർത്തുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പെറ്റൽ വയ്ക്കാം. രണ്ടാമത്തെ പെറ്റൽ വയ്ക്കുമ്പോൾ ആദ്യത്തെ പെറ്റലിൻ്റെ ഒരു പകുതി വരുന്ന രീതിയിൽ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെയും പകുതി വരെ മാത്രം തുന്നുക. ഇപ്പോൾ 2 പെറ്റൽസ് നമ്മൾ തുന്നിക്കഴിഞ്ഞു. മൂന്നാമത്തെ പെറ്റൽ എടുത്തു, അത് രണ്ടാമത്തെ പെറ്റലിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ വെച്ചു. ഏകദേശം ഒരു പകുതി വരെ വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെയും ഒരു പകുതി വരെ മാത്രം തുന്നുക. 8 പെറ്റൽസും ഇതേപോലെ തന്നെ തുന്നിയെടുക്കുക. ലാസ്റ്റത്തെ പെറ്റൽ വെക്കുമ്പോഴും അതിൻ്റെ പകുതി വരെ മാത്രം തുന്നുക. തുന്നിയെടുത്ത പെറ്റൽസിൻ്റെ പുറകുവശം മുകളിൽ വരത്തക്ക രീതിയിൽ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റത്തെ പെറ്റൽ ആദ്യത്തെ പെറ്റലിൻ്റെ അടിയിൽ വരത്തക്ക രീതിയിൽ വെക്കുക. എന്നിട്ട് അവിടെയും കൂടെ ഒന്ന് തുന്നി കൊടുക്കണം. അങ്ങനെ 8 പെറ്റൽസും ജോയിൻ ചെയ്തു. ഇനി നമുക്കിതിനൊരു ഫ്ലവർ ആക്കി എടുക്കാം. അതിനായിട്ട് സൂചി പെറ്റൽസിൻ്റെ പുറകുവശത്തേക്ക് തുന്നിയെടുക്കുക. ഫ്ലവർ ഷേപ്പ് ആക്കാനായിട്ട് ആ നൂലിൽ പിടിച്ച് ചെറുതായിട്ട് വലിച്ചു കൊടുക്കുക. പെറ്റൽസ് എല്ലാം ചുരുങ്ങി ഒരു ഫ്ലവർ ഷേപ്പായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് 1-2 കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പെറ്റൽസ് എല്ലാം കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ നടുക്കൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഗ്ലൂ ഗൺ ആണ് എടുത്തിരിക്കുന്നത്. ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക. ഒരു ഹെയർ ബാൻഡിൽ 2 ഫ്ലവറാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. 2 ഫ്ലവറും റെഡിയായി കഴിഞ്ഞു. ഇത് ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് സൈഡ് കവർ ചെയ്യാനായിട്ട് സാറ്റിൻ റിബൺ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് സൈഡ്സൊക്കെ ഒന്ന് ബേൺ ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ വെച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു സാറ്റിൻ റിബൺ ബാക്ക് സൈഡിൽ നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുക. 2 ഫ്ലവറിൻ്റെയും ബാക്ക് സൈഡിൽ അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്